ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാമിയാരുടെ മുന്നിൽ നിന്ന് നമ്മുടെ സുധി ആകെ അമ്പരം നിന്ന് നിൽക്കുക. അപ്പോൾ സ്വാമിയാർ പറയുകയാണ് ആ ഉണ്ടിയിലേക്ക് കുറച്ച് പൈസ എടുത്തിട്ടോളാനായിട്ട്. അപ്പോൾ ആ ശരി തിരുമേനി എന്നും പറഞ്ഞുകൊണ്ട് സുധി പൈസയൊക്കെ എടുത്തിടുകയാണ്. അപ്പോൾ സ്വാമിയാണെങ്കിൽ ഭയങ്കര വാചകം അടിക്കുകയാണ്. അതെ, നിങ്ങൾ നല്ല ബിസിനസ് മാൻ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതേ സ്വാമി, ഞാൻ ബിസിനസ് മാൻ തന്നെയാണ്. സ്വാമിക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതെ, നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് നല്ല ജ്ഞാന സൃഷ്ടിയൊക്കെ ഉണ്ട്. ഞാൻ ഹിമാലയത്തിലായിരുന്നല്ലോ. അല്ല, ഇത് നിങ്ങളുടെ ഭാര്യയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ സ്വാമി, ഇതെന്റെ ഭാര്യ തന്നെയാണ്. കല്യാണി കല്യാണി എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വാമി വിളിച്ചപ്പോഴേക്കും ശ്രുതി ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ ശ്രുതി ഇങ്ങനെ അമ്പരം നോക്കണേ, കല്യാണിയോ? അതെ അതെ, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്തെ നല്ല കല്യാണി തിളങ്ങുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു സൗന്ദര്യമുള്ള ഭാര്യയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതേ സ്വാമി, എൻ്റെ ഭാര്യ തന്നെയാണ് സ്വാമി, അവൾ എൻ്റെ ഐശ്വര്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയണം. അതെ അതെ, അല്ലെങ്കിലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഐശ്വര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വലിയ സംഭവങ്ങളായി തീരും. എന്താ സ്വാമി, സ്വാമിയാർ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് വഴിയെ മനസ്സിലാകുമെന്നേ. നിങ്ങളുടെ ഭാര്യയെ കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും എന്നൊക്കെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനും തോന്നിക്കുകയാണ്. ശ്രുതി, ഇത് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? വാ, നമുക്ക് പോകാം. അപ്പോൾ എന്താണ് നിങ്ങൾ ഇത്ര ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ ദേഷ്യപ്പെടുന്നത് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാണ് ഇയാളുടെ വർത്തമാനം കേട്ട് നിൽക്കുന്നത്? ശ്രുതി, നമുക്ക് പോകാം ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ സ്വാമിയാരാണെങ്കിൽ ഇതെന്താണ്, നിങ്ങളുടെ ഭാര്യ ഇത്രയ്ക്കും വലിയ ദേഷ്യക്കാരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല സ്വാമി. ശ്രുതി ഒന്ന് മിണ്ടാതിരിക്കുക. ശ്രുതി, സ്വാമിയാരോടെ പറയുന്നത് കേട്ടില്ലേ, ഹിമാലയത്തിൽ വന്നെന്ന് സ്വാമിയാരാ. എന്തെല്ലാം ജ്ഞാനസൃഷ്ടിയാണ് ഈ സ്വാമിയാർക്കുള്ളതെന്ന് ശ്രുതിക്ക് വല്ല അറിയാവോ? ഇദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും എന്തെല്ലാം കേൾക്കാനാവും എന്നൊക്കെ ഇങ്ങനെ പറയാം. അതെ, നിങ്ങൾ ഒരാളെ തിരക്കിയാണ് ഇവിടെ വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ സ്വാമി, ഞാനിവിടെ ഒരാളെ തിരക്കിയാണ് വന്നത്. എനിക്ക് വലിയൊരു ഭീഷണിയുണ്ട് സ്വാമി. അയാൾ എന്നോട് ഇവിടെ വരാനായിട്ട് പറഞ്ഞു സ്വാമി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എങ്കിലേ നിങ്ങൾ അന്വേഷിച്ച് വന്ന ആളെ എനിക്കറിയാം എന്ന് പറയാം. സ്വാമിയാർക്ക് അറിയാവോ? അതേ സ്വാമിയാരെ, എന്നാൽ പിന്നെ എവിടെയുണ്ട്, ഒന്ന് കാണിച്ചു തരാവോ? അയാൾ ആരാണെന്നൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചപ്പോഴേക്കും അയാൾ നിങ്ങൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഇവിടെ നിന്ന് പോയത്. അയ്യോ സ്വാമിയാരെ, അപ്പോൾ അയാൾ പോയോ സ്വാമിയാരെ? അതെ, അയാൾ പോയി. എന്നിട്ട് അയാൾ എൻ്റെ കയ്യിലൊരു ലെറ്റർ തന്നായിരുന്നു. ലെറ്ററോ? അതേന്നേ, അയാൾ എൻ്റെ കയ്യിലൊരു ലെറ്റർ തന്നിട്ട് പറഞ്ഞു ഇവിടെ സുധി എന്ന് പറഞ്ഞ ഒരാൾ വരും. സുധി എന്ന് പറഞ്ഞ ആൾ വരും, അയാളുടെ കയ്യിലേക്ക് ഈ ലെറ്റർ കൊടുക്കണം. അയാൾ വരുമ്പോൾ അങ്ങയുടെ ജ്ഞാനസൃഷ്ടി കൊണ്ട് മനസ്സിലാവും അതാണ് സുധി എന്ന് അയാൾ എന്നോട് പറഞ്ഞിട്ടാ പോയത്. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നിങ്ങളാണ് സുധി എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതെന്ന് പറയാം. അയ്യോ സ്വാമിയാരെ, അപ്പോൾ അയാൾ ലെറ്റർ തന്നിട്ടാണോ പോയത്? അയാൾ പിടികൂടാനാണ് സ്വാമിയാരെ ഞാൻ വന്നത്. ലെറ്റർ തന്നിട്ടാ പോയത്, ഈ ലെറ്റർ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് സ്വാമിയാരുടെ ആ പോക്കറ്റിൽ നിന്നും ലെറ്റർ എടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ വീണ്ടും പേടി തോന്നുകയാണ്. അങ്ങനെ ശ്രുതി ആ ലെറ്റർ തുറന്നിട്ട് ഒന്ന് വായിച്ചു നോക്കുകയാണ്. ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഇനി എൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്തണമെങ്കിൽ ഞാനൊരു ക്ലൂ തരാം എന്നും പറയുകയാണ്. അങ്ങനെ ഓരോരോ ക്ലൂ ഇങ്ങനെ വെച്ച് പിന്നെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. ഇതെന്തൊക്കെയാണ് ഇവൻ കൂട്ടി വെച്ചിരിക്കുന്നത്? ഈ ക്ലൂ ഒന്നും കേട്ടിട്ട് ഇവൻ്റെ പേര് മനസ്സിലാവുന്നില്ലല്ലോ. എടാ ബോഡി ഗാർഡേ, ഇങ്ങോട്ട് വന്നേടാ. നീ എന്താ അവിടെ വായം പൊളിച്ച് നോക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ പേര് വെച്ച് നീ അയാളുടെ പേരൊന്ന് കണ്ടുപിടിച്ചേ എന്ന് പറഞ്ഞപ്പോഴേക്കും ബോസ് അങ്ങനെ കപ്പ എന്നാണോ? എടാ, അതൊരു കിഴങ്ങിൻ്റെ പേരല്ലേടാ കപ്പ എന്ന് മനുഷ്യർക്ക് ആരെങ്കിലും പേരിടോടോ? എടാ, ഒന്ന് കണ്ടുപിടിച്ച് താടാ. നിന്നേക്ക് എന്തിനാടാ ബോഡി ഗാർഡായിട്ട് വെച്ചിരിക്കുന്നത്? നീ ഒന്ന് കണ്ടുപിടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ബോസ് ഞാൻ. അപ്പം ഇങ്ങനെ ഇയാളിങ്ങനെ കണക്ക് കൂട്ടി ഇങ്ങനെ വെക്കുകയാണ്. വെച്ച് കഴിഞ്ഞപ്പോഴേക്കും സർ, ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സച്ചി എന്നാണോ? അതേടാ, സച്ചിൻ തന്നെയാണ്. ഇപ്പം മനസ്സിലായി. എടാ ദുഷ്ട, അപ്പോൾ എന്നെ തകർക്കാൻ വേണ്ടി അവൻ ചെയ്തു തന്നെ വെച്ചതായിരിക്കും.
അവനാണ് ഈ ലെറ്റർ സ്വാമിയാരുടെ കയ്യിൽ തന്നല്ലേ എനിക്ക് മനസ്സിലായി. അവനല്ലെങ്കിലും എൻ്റെ ഉയർച്ചയിൽ വലിയ കുശുമ്പുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഏകദേശം ഉറപ്പായി. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ദേ ശ്രുതി വെറുതെ സച്ചിയെ കുറ്റപ്പെടുത്തണ്ട. നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ. സത്യാവസ്ഥ സ്വാമിയാർ പറഞ്ഞല്ലോ, നമ്മൾ ആരെയും കണ്ടില്ലല്ലോ ശ്രുതി. പിന്നെ എന്തിനാണെന്നേ സച്ചിയെ വെറുതെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക. ഇത് അവൻ തന്നെയാ. കാരണം പല പ്രാവശ്യം അവൻ എൻ്റെ ബിസിനസ്സിൽ കണ്ണു വെച്ചിട്ടുണ്ട്. അവനെ കുശുമ്പ് മൂത്താണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ നമ്മുടെ സ്വാമിയാരാണെങ്കിൽ സ്വാമിയാരെ സച്ചി തന്നെയാണ് ഇതെടുത്തു തന്നത്. ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇയാളാണോ ഇവിടെ വന്നതെന്ന് ഒന്ന് കണ്ടുപിടിക്കണം സ്വാമിയാരെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. സച്ചിയുടെ ഫോട്ടോ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ഇയാളാകെ ഞെട്ടിപ്പോയി. കാരണം ഇവനിട്ട് നല്ല അടി കൊടുത്തിട്ടുള്ളതാണല്ലോ സച്ചി. അപ്പോൾ ആ ഒരു കാര്യം ആലോചിക്കാനാണ്. ഇനി വല്ല പെണ്ണുങ്ങളുടെയും പിന്നാലെ നടന്ന് നീ ശല്യപ്പെടുത്തിയെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് പെരുവഴിയിലിട്ട് നമ്മുടെ സച്ചി ഇയാളെ പിടിച്ച് തകർത്തടിക്കുന്ന ആ ഒരു രംഗം ഇയാളുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരികയാണ്. ഇതും കൂടി കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അല്ല ഇയാൾ ആരാണ് നിങ്ങളെ എന്ന് സ്വാമിയാർ ചോദിക്കുകയാണ്. അയ്യോ സ്വാമിയാരെ ഇതെൻ്റെ അതെ അനിയനാണ് എന്ന് പറയാണ്. ഓഹോ എങ്കിലേ ഇയാൾ തന്നെയാണ് നിങ്ങൾക്ക് ലെറ്റർ തരാനായിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ആണല്ലേ സ്വാമിയാരെ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവൻ തന്നെയാണെന്ന്. അവനെ എൻ്റെ മേൽ കണ്ണാണ്. അവൻ എന്നോട് കുശുമ്പാണ്. അവന് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. അപ്പോൾ അവൻ ഒരു ഗതിയില്ലാത്തവനാ. അപ്പോൾ അവൻ തന്നെയായിരിക്കും എന്നെ തകർക്കാൻ വേണ്ടി അവനെല്ലാം ചെയ്തു കൂട്ടിയത്. ഇന്ന് ഞാൻ അവനെ ശരിയാക്കും. സ്വാമിയാരെ വളരെയേറെ നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ആളെ കാണിച്ചു എടാ വാടാ വണ്ടി എടുക്കുക പോകാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയെ ഒന്ന് പിടിച്ചു നിർത്തുകയാണ് സ്വാമിയാർ. അവിടെ ഒന്ന് നിന്നേ എന്ന് പറയാം. എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു 5 ലക്ഷം രൂപ അതെത്രയും പെട്ടെന്ന് എനിക്ക് തന്നോളണം. അല്ലെങ്കിൽ നിന്റെ സ്തുതിയോടൊത്തുള്ള ആ ജീവിതമില്ലേ അങ്ങോട്ട് മറന്നേര്. പിന്നെ സ്തുതിയോടൊത്ത് നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കൂല എൻ്റെ പൊന്നു മോളെ എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ പേടിച്ച് വരച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ്. അങ്ങനെ ശ്രുതിയും ഈ ബോഡി ഗാർഡും ശ്രുതിയും ഒക്കെ വീട്ടിലെത്തി കാറിലിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഞാനിപ്പോൾ തന്നെ സച്ചിയെ തകർക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഗംഭീരത്തോടു കൂടി തന്നെ വരികയാണ്. അപ്പോഴേക്കും ശ്രുതിയെ പിടിച്ചു നിർത്തുകയാണ്. ശ്രുതി ഒന്ന് ആലോചിച്ചിട്ട് മതി, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. മാറ് ശ്രുതി, എനിക്ക് അവനോട് ഇപ്പം തന്നെ ചോദിക്കണം. അവനെനിക്ക് ശരിയാക്കണം. അവനാണ് ഇതിനെല്ലാത്തിനും കാരണം. ഓഹോ അപ്പോൾ ഈ ലെറ്ററൊക്കെ തന്ന് എന്നെ ഭീഷണിപ്പെടുത്തും. സ്വന്തം കൂടപ്പിറപ്പല്ലേ അവൻ്റെ ഞാൻ. എന്നിട്ട് പോലും ചേട്ടന് ലെറ്റർ തന്ന് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? അതൊക്കെ എവിടത്തെ ന്യായമാണോ? നീ മാറി ശ്രുതി എന്ന് പറയാണ്. നമ്മളിത് അറിവൊന്നുമില്ലല്ലോ. നമുക്ക് അവനാണിത് ലെറ്റർ അയച്ചെന്ന് പോലും അറിയില്ല. പിന്നെ എന്തിനാണ് അവൻ്റെ മേൽ മെക്കിട്ട് കയറാനായിട്ട് പോകുന്നത്? സ്വാമിയാർ പറഞ്ഞത് കേട്ടില്ലേ, അവൻ തന്നെയാണ് വന്നതെന്ന്. ഞാൻ ഫോട്ടോയും കാണിച്ചു തന്നില്ലേ, സ്വാമിയാർക്ക് കൊടുത്തില്ലേ? അപ്പോൾ സ്വാമിയാർ ഉറപ്പിച്ചില്ലേ അവൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ എനിക്ക് അവനെ ശരിയാക്കണം. മാറി നിന്ന് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ അകത്തേക്ക് കയറുകയാണ്. അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വരിക. അപ്പോൾ ബോഡി ഗാർഡും പിന്നാലെ ഉണ്ട്. അപ്പോൾ എന്താടാ എന്ന് ചോദിക്കുമ്പോൾ അമ്മേ അവനെ കിട്ടി അമ്മേ എന്ന് ശ്രുതി പറയാം. അപ്പോൾ ഈ ശ്രുതിയുടെ പിന്നാലെ നിൽക്കുന്ന ഒരു ബോഡി ഗാർഡാ, വമ്പനൊരു മനുഷ്യൻ. ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര തന്നെ പേടിച്ചു പോയി. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, ഇത് ആരാണിത്? ഇവനാരാണെന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ ഇതാണോ നീ പറഞ്ഞ ആള് കിട്ടിയെന്ന് പറഞ്ഞത്? അയ്യോ അമ്മ ഇതെൻ്റെ ബോഡി ഗാർഡാണ് അമ്മേ. ഞാൻ പറഞ്ഞത് ആളല്ല, എനിക്ക് ലെറ്റർ അയച്ചുകൊണ്ടിരുന്നേച്ചില്ലേ അയാളെ കിട്ടി അമ്മേ. സത്യമാണോടാ അയാളെ കിട്ടിയോ എന്ന് ചോദിക്കണം. അതെ അമ്മേ അയാളെ കിട്ടി. ആരാടാ അയാള് ആരാണ് എന്ന് ചോദിക്കണം. അമ്മേ കള്ളൻ കപ്പലിൽ തന്നെയാണ്. കപ്പലിലുള്ളതാണോ? ഏത് കപ്പലില്? അല്ല കപ്പലിലുള്ള ആളെന്തിനാണ് നിനക്ക് ലെറ്റർ തരുന്നത്? എൻ്റെ അമ്മ ഇത്ര മണ്ടിയായി പോയോ? ആ കപ്പലല്ല, ഞാൻ വീടിനകത്തുനിന്നാണ് ഉദ്ദേശിച്ചത്. കള്ളൻ കപ്പലിൽ തന്നെയെന്ന്. ഓ വീടിനകത്തുള്ള ആളോ? ഇടകാരാണോ വീടിനകത്തുള്ള ആള്? അത് മറ്റാരും അല്ലമ്മേ, അത് സച്ചി. അവനാ എനിക്ക് ലെറ്റർ അയച്ചതെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രാകൻ ഞെട്ടിപ്പോയി. അപ്പോഴാണ് രേവതിയുടെ വരവ്. രേവതി ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൻ എവിടെ സച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിക്കണം, അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ രവി ഇറങ്ങി വരികയാണ്, വർഷയും ശ്രീകാന്ത് ഇറങ്ങി വരികയാണ്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രവി ആണെങ്കിൽ എന്താണ് ശ്രുതി, എന്താ നിന്റെ പ്രശ്നം? അച്ഛാ എനിക്ക്
ഈ ഊമക്ക ലെറ്റർ എഴുതിക്കൊണ്ടിരുന്ന വെച്ചില്ലേ, അവൻ ആരാണെന്നറിയാവോ? അവനെ ഞാൻ പിടികൂടി അച്ഛാ. അവൻ ആരാ? അവൻ മറ്റാരുമല്ല, സച്ചിയാ, സച്ചി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാ, ദേ ചുമ്മാ സുധി അനാവശ്യമൊന്നും പറയാൻ നിൽക്കരുത്, അവൻ അങ്ങനെ ഒന്നും എഴുതൂല. അച്ഛാ, ഞാൻ പറഞ്ഞ സത്യം തന്നെ അച്ഛാ. ഞാനിപ്പോൾ ഒരു സ്വാമിയെ കണ്ടുവരുന്നതാണ്. സ്വാമിയോ? ആരാ? ബാബുസ്വാമിയാണോ? ആ അതെ അച്ഛാ, ബാബുസ്വാമി തന്നെ. ഞാൻ അയാളെ കണ്ടായിരുന്നു. അയാളെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് വലിയ ഭീഷണിയൊക്കെ ഉണ്ടെന്ന്. പിന്നെ അമ്പലത്തിൽ പോയി വേറൊരു സ്വാമിയാരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ സ്വാമിയാരുടെ കയ്യിലും ലെറ്റർ കൊടുത്തേക്കുക. ഞാൻ ആ സ്വാമിയാർക്ക് ഈ സച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു, ഇവനാണോ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പം സ്വാമിയാരും പറഞ്ഞു അവൻ തന്നെയാണ് സ്വാമിയാരുടെ കയ്യിൽ വന്ന് ലെറ്റർ കൊടുത്തതെന്ന്. ദേ വേണമെങ്കിൽ ശ്രുതിയോട് ചോദിച്ചു നോക്ക്. ശ്രുതി, സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആണോ ശ്രുതി മോളെ? സത്യമാണോ? അപ്പം ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ അത് പിന്നെ കേട്ടതൊക്കെ സത്യം തന്നെയാ. ശ്രുതിക്ക് ദേ ഒരു ലെറ്റർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാണ്. എടാ അത് സച്ചി എന്നായിരിക്കില്ല, അത് വേറെ വല്ലവരായിരിക്കും. അതെ, സച്ചി തന്നെയാ. സച്ചി എന്നെ കൊല്ലാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറയണത് കേട്ട രേവതിക്ക് കലി വരികയാണ്. അപ്പം രേവതിയാണെങ്കിൽ അനാവശ്യം പറയാൻ നിൽക്കരുത്. സച്ചിയേണ്ട അങ്ങനെയൊന്നും ചെയ്യില്ല. ചെയ്യും. ഇവളും കൂടി ചേർന്നിട്ടാണെന്ന് ആർക്കറിയാം. ദേ മര്യാദക്ക് സംസാരിച്ചോളാം. സച്ചിയേട്ടനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നേർക്ക് ചെന്ന് ചോദിക്കും. അതാണ് സച്ചിയേട്ടൻ്റെ പ്രകൃതം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല എന്നൊക്കെ പറയാണ്. പിന്നെ അവനെ എന്നോട് കുശുമ്പാണ്. ഞാൻ ഇത്രയും ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. അതെ, അവനെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ? ഞാൻ ആത്മഹത്യ ചെയ്യും, ഇവിടെ ഒരു അനിയൻ കൊലപാതകിയാകും, അമ്മയ്ക്ക് അറ്റാക്ക് വരും എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ കണ്ടോ, സ്വന്തം അമ്മയ്ക്ക് അറ്റാക്ക് വന്ന് ചാകാൻ ആഗ്രഹിച്ച ഒരു മകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രവിയാണെങ്കിൽ ചന്ദ്രേ, ഇപ്പോഴെങ്കിലും നീ നിന്റെ മകനാണെന്ന് അംഗീകരിച്ചല്ലോ അവനെ എന്നൊക്കെ പറയാണ്. എനിക്ക് അവനെ കണ്ടേ മതി. അവനിവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? അവൻ പുറത്തു പോയിരിക്കുകയാണ്. അവൻ വരുമല്ലോ, അവൻ വരട്ടെ, അവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ, എനിക്ക് ഞാൻ ശ്രീകാന്തിനെ തന്നെയാണ് അവൻ ഉദ്ദേശിച്ചത്. എന്നെയോ? അതേ ശ്രീകാന്തേ, നിന്നെ തന്നെയാണ് അവൻ ഉദ്ദേശിച്ചത്. അതിന് ഇതും തമ്മിൽ എന്താണ് ബന്ധം സുധിയേട്ടാ? സുധിയേട്ടൻ എന്തൊക്കെയാ ഒരു ലെറ്റർ കിട്ടിയെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് കൂട്ടേണ്ട കാര്യമുണ്ടോ? വ്യാഖ്യാനിച്ച് കൂട്ടണം. കാരണം പിന്നെ എവിടെന്നാ എനിക്ക് ഈ ലെറ്റർ വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ സ്വാമിയാരോട് ചോദിച്ചപ്പോൾ സ്വാമിയാര് സച്ചിയുടെ മുഖം എടുത്തു കാണിച്ച് പറഞ്ഞല്ലോ ഇവൻ തന്നെയാണ് കൊണ്ടുവന്നതെന്ന്. അപ്പം രേവതിയാണെങ്കിൽ നിർത്തുന്നുണ്ടോ? സച്ചിയേട്ടൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ സച്ചിയേട്ടന് സാധിക്കില്ല. അപ്പം ചന്ദ്രയാണെങ്കിൽ നീ മിണ്ടാതിരിക്കടി, നീ ഇനി ഇവിടെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. എത്രയും പെട്ടത് നീയും നിന്റെ ഭർത്താവോടൊന്ന് പടിയിറങ്ങിക്കൊള്ളാം. പടിയിറങ്ങാനോ? അപ്പം രവിയാണെങ്കിൽ ചന്ദ്രേ, എന്തൊക്കെ ചന്ദ്ര ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. രവിയുടെ മിണ്ടാതിരിക്കുക, നമ്മുടെ ജീവനാണ് ഭീഷണി സംഭവിച്ചിരിക്കുന്നത്. കുടുംബത്തിന് ദോഷമായവരാരെയും ഇവിടെ നിർത്താനായിട്ട് പറ്റില്ല. രേവതി, നീ ഇപ്പം തന്നെ ഇറങ്ങിക്കൊള്ളാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രേവതിയാണെങ്കിൽ ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താടി, നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നീ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ എന്നെ എന്താ അടിച്ചിറക്കോ? ഇറങ്ങാൻ ഇപ്പം എനിക്ക് മനസ്സില്ല. നിനക്ക് മനസ്സില്ലേ? എടി, ഇത് എൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ ആര് താമസിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ നിങ്ങളുടെ വീടാണെങ്കിലേ ഇത് എൻ്റെയും കൂടി വീടാണ്. ഇവിടെ ഞാൻ താമസിക്കും. നിങ്ങൾ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നതല്ല ഞാൻ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എന്നെ ഇറക്കി വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അവിടെ പൊളിച്ചടുക്കുന്ന രംഗം അവിടെ കാഴ്ചവെക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ആകെ വിറച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഈ നമ്മുടെ സുധിയാണെങ്കിൽ ഞാനിപ്പോൾ സച്ചിയെ വിളിക്കാം, അവനിങ്ങോട്ട് വിളിച്ചു വരുത്ത്, നിങ്ങൾ വരുത്ത്. നിങ്ങളപ്പോൾ ലെറ്ററിൽ എഴുതിയ പോലെ തന്നെ ഉടനെ തന്നെ ഒരു കൊലപാതകം നടക്കും. നിങ്ങളെ ചവിട്ടി ചതച്ച് ഇല്ലാതെയാക്കും സച്ചിയേട്ടൻ. എന്താ അത് വേണോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുധി ഒന്ന് പേടിച്ചു പോവുകയാണ്. നിങ്ങൾ ആരും വിളിക്കണ്ട, ഞാൻ തന്നെ സച്ചിയേട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി നേരെ അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. ഈ ചന്ദ്രയാണെങ്കിൽ എടാ സച്ചി വന്നു കഴിഞ്ഞാൽ നിനക്കിട്ട് തരുവോടാ, ഇതാകെ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതി വേണ്ട, ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക. ഇതൊക്കെ ആരാണ് എന്താണ് ചെയ്തതെന്ന് നമുക്ക് അറിയില്ലല്ലോ. വെറുതെ സച്ചിയെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ലല്ലോ. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ശ്രുതി മിണ്ടാതിരിക്കുക, ഈ പ്രശ്നം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.